മെഡൂസ പൈനാപ്പിളിൽ കുറഞ്ഞത് ഒരു 50 എണ്ണെങ്കിലും ഉണ്ടാവും ഒരെണ്ണത്തിൽ. ഇത് ദിൽഹരി ചാമ്പയാണ്. ഇത് നമ്മുടെ കുളമ്പ് മാവാണ്. നന്നായിട്ട് കാച്ചിട്ടുണ്ട്. വെയിറ്റ് കാരണം മാവ് ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുകയാണ് ഇതിന്റെ കമ്പ്. ഇത് മട്ടോവ, പർപ്പിൾ മട്ടോവയാണ്. ചാമ്പയുടെ 12 വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട്. അതിൽ ബാലിയാണിത്. ഇത് ഡ്രാഗണിന് പോളിനേഷൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് സീഡ്ലെസ് ലെമൺ ആണ്. സീഡ്ലെസ് ലെമൺ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. മഴത്തുള്ളി പോലെ ഇങ്ങനെ കാച്ചി കിടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും. അതുപോലെ തന്നെ ഇത്ര ചെറുതിൽ ഇത്ര നന്നായിട്ട് കാച്ചിട്ടുമുണ്ട്. നല്ല വലിപ്പം വെക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ്. ഒരു കിലോയോളം വരുമായിരിക്കും ഇതിന്റെ മാങ്ങയുടെ മൊത്തം വെയിറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ മാവ്. ഇത് കണ്ടോ വീന സൂപ്പർ എയർലി പ്ലാവ് കാച്ചി എടുക്കുന്നത്. ഫ്രൂട്ട്സ് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ട് ആളുകൾ ഒത്തിരി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതുപോലെ അവർക്ക് കാണാനും അവർക്ക് കൊടുക്കാനുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത് നാഗ്പൂർ ഓറഞ്ച് ആണ്. 2 വർഷത്തേക്ക് നല്ല പുളിയായിരിക്കും. അത് കഴിയുമ്പോൾ മധുരം വന്ന് തുടങ്ങും. ചെറുതായിട്ട് മധുരം വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക്. ഈ പ്രാവശ്യത്തെ നമ്മൾ പറിച്ചിട്ടില്ല കേട്ടോ. ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ കൊലയായിട്ടും ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇസ്രായേൽ ഓറഞ്ചാണ്. ഇത് നമുക്ക് തൊലിയോട് കൂടി കഴിക്കാം കേട്ടോ. ചുമ്മാ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്കിങ്ങനെ പറിച്ച് കഴിക്കാം. അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെത്. സീസൺ വരുമ്പോൾ നന്നായിട്ട് കായ്ക്കും. സീസൺ അല്ലാത്തപ്പോൾ ചെറുതായിട്ടുണ്ടാവും. അധികം അങ്ങ് കായ്ക്കത്തില്ല. പിന്നെ നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ തൊലിയോട് കൂടി കഴിക്കാം. തൊലിക്ക് കയ്പില്ല കേട്ടോ. ഇത് സ്ട്രോബെറി പേരയാണ് കേട്ടോ. റെഡ് സ്ട്രോബെറി ഗുവ. ഇതിൻ്റെ ഉള്ളുണ്ടോ ഇത് ഇതുപോലെ ഇരിക്കും നമ്മൾ പൊളിച്ച് കഴിയുമ്പോൾ. ഇതൊന്ന് കഴിക്കുമ്പോൾ നല്ല മധുരമാണ്. പക്ഷെ കഴിച്ച് കഴിയുമ്പോൾ അങ്ങ് നമുക്ക് മധുരം ഫീൽ ചെയ്യാനായിട്ട് ഇല്ലാത്ത പോലെ തോന്നും. ഇതിൻ്റെ യെല്ലോയും ഉണ്ട്. യെല്ലോ കായ്ക്കുന്നതിന് 6 മാസമൊക്കെ എടുക്കുള്ളൂ. 6 മാസം കൊണ്ട് കായ്ക്കും. റെഡ് കായ്ക്കാൻ 1-2 വർഷം എടുക്കും. കുറച്ച് താമസമാണ് കായ്ക്കാനായിട്ട്. ഇത് മലേഷ്യ റെഡ് വെറൈറ്റി എന്നുള്ള പൂമ്പൊടി എടുത്തിട്ട് ഞാൻ വീനസ് എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ വയ്ക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ പോളിനേഷൻ ചെയ്യുന്നത്, പരാഗണം നടത്തുന്നത്. ജസ്റ്റ് ഇത്രയും ചെയ്യാനേ ഉള്ളൂ കേട്ടോ. ചില വെറൈറ്റികൾക്ക് ക്രോസ് പോളിനേഷൻ ചെയ്താലാണ് ഇത് പിടിച്ച് കിട്ടത്തുള്ളൂ, കായ പിടിച്ച് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണത്. വേറെ വെറൈറ്റിയുടെ പൂമ്പൊടി എടുത്ത് ഇതിലേക്ക് വയ്ക്കണം. സെയിം വെറൈറ്റിയുടെ തന്നെ വെച്ചാൽ പോളിനേഷൻ ആകത്തില്ല. ഇത് കാലാപ്പാടിയാണ് കേട്ടോ. കാലാപ്പാടി നല്ല മധുരമുള്ള മാങ്ങയാണ്. നിറച്ച് പൂക്കും. ഓൾ സീസണാണ് കാലാപ്പാടി. കാലാപ്പാടിയിൽ ഒത്തിരി അങ്ങ് പൂത്താലും കായ പിടിക്കൽ കുറച്ച് കുറവാണ് കേട്ടോ. ഇതിപ്പോൾ കായ ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ചൊക്കെ പറിച്ചതാണ് കേട്ടോ. ഇനി 2 എണ്ണം കൂടി ഉള്ളൂ. പക്ഷെ പൂക്കണി അത്രയും കായ നമുക്ക് പിടിച്ച് കിട്ടത്തില്ല. നമ്മൾ ടെറസിൽ ഡ്രമ്മിലാണ് കേട്ടോ മൊത്തം ചെയ്തിരിക്കുന്നത്. ഇതൊരു 250 ലിറ്ററിൻ്റെ ഡ്രമ്മാണ്. ഇതിൽ മാവ്, പേര, നാരകം അങ്ങനെ കുറേ വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ശക്തമായ വെയിലിൽ ഡ്രിപ്പ് ഇറിഗേഷൻ മാത്രം പോരാ കേട്ടോ. നമ്മൾ അതിൻ്റെ ഇല നന്നായിട്ട് നനച്ചു കൊടുക്കുകയും വേണം. കാരണം ചൂട് നന്നായിട്ട് അടിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നന്നായിട്ട് പൊതയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ണ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ കരിയില നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മൾ ഡ്രമ്മിൽ ചെയ്തിരിക്കുന്നത്.